പരിഗണനയിൽ ഉണ്ടായിരുന്ന എല്ലാ ബില്ലുകളും ഗവർണർ ഒപ്പിട്ടു. ഭൂപതിവ് ഭേദഗതി അടക്കമുള്ള 5 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഏതൊക്കെ ബില്ലുകളിലാണ് ഇപ്പോൾ ഗവർണർ വിട്ടുവീഴ്ചയും പിടിവാശിയൊക്കെ വിട്ടുകൊണ്ടുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്? പ്രശാന്ത്, ഗവർണറുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന 5 ബില്ലുകളാണ് ഇപ്പോൾ ഗവർണർ രാജ്ഭവൻ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്, ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, സർക്കാരുമായി വലിയ പോരിലായിരുന്നു ഗവർണർ ഈ ബില്ലുകളുടെ കാര്യത്തിൽ, പലതരത്തിലുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ ഗവർണർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് ഈ പോരൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഈ ബില്ലുകൾ പ്രധാനമായും ഭൂപതിവ് ഭേദഗതി ബില്ല്, നെൽവയൽ നീർത്തട സംരക്ഷണ ബില്ല്, ക്ഷീര സഹകരണ ബില്ല്, സഹകരണ നിയമ ഭേദഗതി ബില്ല്, അബ്കാരി നിയമ ഭേദഗതി ബില്ല്, ഇവയാണ് ഒപ്പുവെച്ചിരുന്നത്. ഇനി രാജ്ഭവനിൽ നിയമസഭ പാസാക്കി സർക്കാർ അയച്ച ബില്ലുകളൊന്നും തന്നെ ഗവർണറുടെ പരിഗണനയിൽ ബാക്കിയില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പട്ടയഭൂമി, അതായത് ഭൂപതിവ് ഭേദഗതി നിയമ ബില്ലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ലുകളൊന്നും തന്നെ ഒപ്പുവയ്ക്കുന്നില്ല എന്ന പ്രതിഷേധവുമായി CPM ഗവർണർക്കെതിരെ സമരമെല്ലാം നടത്തിയിരുന്നു. ഈ കാർഷിക ആവശ്യങ്ങൾക്ക് ഇപ്പോൾ പട്ടയഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ്. ഈ ബില്ല് ഒപ്പുവയ്ക്കാത്തതിലായിരുന്നു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നത്. മറ്റു പാർട്ടികളുമെല്ലാം തന്നെ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് ഇത് കയ്യേറ്റക്കാരെ സഹായിക്കാനാണ് തുടങ്ങിയ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കാതിരുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ ഗവർണർ എത്തിയിരിക്കുന്നു. ഇനി ഈ ബില്ലുകളുടെ പേരിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലാതിരിക്കുന്നു. ശരി, അങ്ങനെ ഗവർണറുടെ പിടിവാശിക്ക് മുന്നിലുള്ള നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എല്ലാ ബില്ലുകളും ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. ഭൂപതിവ് ഭേദഗതി അടക്കമുള്ള 5 പ്രധാനപ്പെട്ട ബില്ലുകളിന്മേലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്.